പാർലമെന്റിലെ പ്രതിപക്ഷ അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി ബി.ജെ.പി. എംപിമാർ. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് ചൌക്കിൽ ഇന്ത്യ സഖ്യവും പ്രകടനം നടത്തി. ഇതിനിടയിൽ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്നലെയാണ് പാർലമെന്റിൽ ബി.ജെ.പി. എംപിമാർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ രാഹുലിനെതിരെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്ന് NDA സഖ്യത്തിലെ എംപിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തിയ ശേഷമാണ് പാർലമെന്റിലെത്തിയത്. പക്ഷേ ഇന്ത്യ സഖ്യം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് മറ്റൊരു മേഖലയിലും പ്രതിഷേധ പ്രകടനം നടത്തി. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും വളരെ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ 10 മണിക്ക് ബി.ജെ.പി. എംപിമാരുടെ ധർണ ഗാന്ധി വളപ്പിൽ ആരംഭിച്ചു. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ചുമാണ് ബി.ജെ.പിയുടെ പ്രതിഷേധ പ്രകടനം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്നത്. ഇതേ സമയം തന്നെയാണ് പുറത്ത് വിജയ് ചൌക്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ പ്രകടനം നടന്നത്. വയനാട് എം പി പ്രിയങ്ക വാദ്രയും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളും, അതോടൊപ്പം കോൺഗ്രസ്, CPM, CPI, അതുപോലെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ മറ്റ് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളുടെ എംപിമാരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് വിജയ് ചൌക്കിൽ സംഘടിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പിന്നീട് വിജയ് ചൌക്കിൽ സംഗമിച്ച ഈ ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഈ 2 പ്രതിഷേധത്തിന് ശേഷമാണ് ലോക്സഭയും രാജ്യസഭയും ചേർന്നത്. ലോക്സഭ തുടക്കത്തിൽ തന്നെ ബഹളം ഉണ്ടായതിനാൽ പിന്നീട് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചിട്ടുണ്ട്. രാജ്യസഭയും ഈ 2 മണിക്ക് ചേർന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയാനാണ് സാധ്യത.